ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ഈവനിങ് വ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചേട്ടോ. അപ്പോൾ എന്താ കാണിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഇതാണോ, ഭയങ്കര ക്യൂട്ടല്ലേ. ഇതൊരു പോട്ടാണ് കേട്ടോ. ഇത് ഇൻഡോറിലൊക്കെ വെക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഒരു സീനിയ വെക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ സീനിയ തന്നെ ആണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. പറയാമെന്നുള്ളൊരു കമൻറ്റ് ചെയ്താൽ മതി. സീനിയ പറയുമ്പോൾ സാധാരണ ചെറിയ ഫ്ലവറിൽ കുറേ ഇതളായിട്ട് വരണല്ലേ, പക്ഷേ ഇതങ്ങനെയല്ല. വലിയ ഫ്ലവറിൽ ഇതളൊറ്റ ഇതളുള്ളൂ. എന്നുവെച്ചാൽ ഇങ്ങനെ തട്ടായിട്ടുള്ള ഇതളുകളില്ല. അങ്ങനെയുള്ളൊരു സീനിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വാങ്ങിക്കൊണ്ട് വന്നപ്പോൾ വലിയൊരു ഫ്ലവർ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഫ്ലവർ ഇല്ല. ഇപ്പോൾ ഒരു വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഇപ്പോൾ ഒരു 10-12 ദിവസമായി. അപ്പോൾ വച്ചിട്ടില്ലായിരുന്നു. ഇപ്പം നമുക്കത് വയ്ക്കാം. അപ്പോൾ ആ ഫ്ലവർ പോയിട്ട് ഇപ്പോൾ പുതിയൊരെണ്ണം വന്നിട്ടുണ്ട്. അത് ഇപ്പോഴും മൊട്ടായിട്ട് തന്നെ നിൽക്കുകയാണ്. അത് ഫ്ലവർ ആയിട്ടില്ല. ചിലപ്പോൾ ഞാൻ ഫ്ലവർ ആവുന്നതും കൂടെ വീഡിയോ ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും വീഡിയോ ഇടുന്നത്. അപ്പോൾ എങ്ങനെ അത് നമുക്ക് ഇതിനകത്തൊന്ന് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിത് പ്ലാന്റ് ചെയ്യുന്ന സമയത്ത് ഒരു ബയോ ഫെർട്ടിലൈസർ യൂസ് ചെയ്യും. അതൊരു 2 സ്പൂൺ യൂസ് ചെയ്യും. അത് ഒത്തിരി ഫ്ലവർ ഉണ്ടാകാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ അതെന്താണെന്ന് ഞാൻ വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ആള്. ഒരു ഫ്ലവർ പോയി, എന്നിട്ട് ദേ അടുത്ത് വന്നിട്ടുണ്ട്. പോയതിനെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ, എങ്ങാനും അത് വിത്ത് വന്നാലോ എന്ന് വിചാരിച്ചിട്ട്. കണ്ടോ, അപ്പോൾ നമുക്ക് നമ്മുടെ സീനിയനെ നമ്മൾ എടുത്ത് വെച്ച പോട്ടിലോട്ട് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളെടുത്തത് കുറച്ചും കൂടെ വലിപ്പമുള്ളൊരു പോട്ടാണ്. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ ഇരിക്കുന്ന പോട്ട് അടിയിൽ ഹോളില്ലാത്തതാണ് കേട്ടോ. അപ്പോൾ അതിലിരുന്ന നമ്മുടെ സീനിയയ്ക്ക് വെള്ളം നനച്ചു കൊടുക്കുമ്പോൾ പ്രശ്നമാവും. അതുകൊണ്ട് നമ്മൾ എടുത്ത് വെച്ച പോട്ടിലോട്ട് നമുക്ക് നട്ടു കൊടുക്കാം. അപ്പോൾ ചെടി നടുമ്പോൾ ഫസ്റ്റ് നോക്കണം കേട്ടോ, നമ്മുടെ പോട്ടിൻ്റെ അടിയിൽ ഹോളുണ്ടോ എന്ന് നോക്കണം. ഹോളുണ്ടെങ്കിൽ മാത്രമേ കറക്റ്റായിട്ട് വെള്ളം പോകത്തുള്ളൂ. നമ്മുടെ സീനിയന് അതിൽ നിന്ന് എടുക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ഇപ്പം നമ്മൾ നഴ്സറിയിൽ നിന്ന് മേടിക്കുമ്പോൾ അവർ അതിനുള്ളിലൊരു കുഞ്ഞു പോട്ടിനകത്ത് ഒരു സീഡായിരിക്കും അവർ വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ ആ സീഡ് വളർന്നിട്ടാണ് നമുക്ക് ഇത്രയും വലിപ്പമുള്ളൊരു ചെടിയായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഈ കാണുന്ന പോട്ടിനുള്ളിൽ ഒരു കുഞ്ഞു പോട്ടുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് നമ്മുടെ സീനിയനെ ആ റൂട്ടൊന്നും പോകാണ്ട് എടുക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാനപ്പോൾ സൈഡിൽ നിന്നൊക്കെ കുറച്ച് മണ്ണെടുത്ത് മാറ്റിയിട്ടാണ് ഇതേ കണ്ടോ, അതിൽ കൂടെ ഒരു കുഞ്ഞു പോട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതൊന്നും എടുത്ത് മാറ്റിയില്ല. അതെടുത്ത് മാറ്റാൻ നമുക്ക് പറ്റത്തില്ല, കാരണം എങ്കിൽ റൂട്ട് പോവും. അപ്പോൾ റൂട്ട് പോവാണ്ട് വേണം നമ്മൾ ഇങ്ങനെയുള്ള ചെടികളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പുതിയതായിട്ട് ഇങ്ങനെ പ്ലാന്റ് ഒക്കെ വെക്കുമ്പോൾ നമ്മൾ മണ്ണെടുക്കുന്നതിനെ പോലെ തന്നെ നമുക്ക് ചാണകപ്പൊടിയും അതുപോലെ തന്നെ കൊക്കോപ്പിറ്റ്, ചകിരിച്ചോറൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ മണ്ണിൻ്റെ കൂടെ കുറച്ച് ചാണകപ്പൊടിയാണ് ഇട്ടിടുന്നത്. അപ്പോൾ കൂടുതലാവരുത്, കുറച്ച് തന്നെ എടുത്താൽ മതി. ചാണകപ്പൊടിക്ക് ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ 1-2 ദിവസം നമുക്ക് നനയ്ക്കാനൊന്നും പറ്റിയില്ലെങ്കിൽ പോലും ഈ ചാണകപ്പൊടി ഇടുമ്പോൾ അതിൽ നിന്നുള്ള ജലാംശം നമ്മുടെ പ്ലാന്റിന് കിട്ടും എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് പ്ലാന്റ് വെച്ചാലും കുറച്ച് ചാണകപ്പൊടി ഇടുന്നത് നല്ലതാണ്. അതുമാത്രമല്ല, എയറേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും ചാണകപ്പൊടി ഹെൽപ്പ് ചെയ്യും. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, സൾഫർ, മഗ്നീഷ്യം, കാൽസ്യം ഇതെല്ലാം അടങ്ങിയിരിക്കുന്നതിനാൽ തന്നെ മണ്ണിൻ്റെ ഭൗതിക, ജൈവ വശങ്ങളെ മെച്ചപ്പെടുത്തുന്നതിനും ഇത് സഹായിക്കും. പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ മറ്റൊരു ബയോ ഫെർട്ടിലൈസറും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ പേര് ബയോഡയറ്റ് എന്നാണ്. അപ്പോൾ സാധാരണ ഇങ്ങനെ ജൈവങ്ങളൊക്കെ വാങ്ങുന്ന ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടും. ബയോഡയറ്റ് എന്നാണ് പേര്. അപ്പോൾ അതെന്തിനാന്ന് വെച്ചാൽ അതൊരു ജൈവവളമാണ്. അപ്പോൾ നന്നായിട്ട് ഫ്ലവർ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. സാധാരണ നമ്മൾ നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങിക്കൊണ്ട് വരുമ്പോൾ നല്ല ഫ്ലവർ ഉണ്ടാവും. നമ്മുടെ വീട്ടിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഫ്ലവർ ഉണ്ടാവത്തില്ല. അതാണ് അവസ്ഥ. അപ്പോൾ ഞാൻ നമ്മൾ എന്ത് ഫ്ലവറുള്ള ചെടി വെച്ചാലും ഈ ഒരു ബയോഡയറ്റ് ഒരു 2 സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഈ ഒരു ബയോ ഫെർട്ടിലൈസർ നന്നായിട്ട് ഫ്ലവർ വരുന്ന മാത്രമല്ല, ഇത് ശരിക്കും മണ്ണിനും നല്ലതാണ് കേട്ടോ. ഇപ്പം നമ്മൾ എന്തെങ്കിലും രാസവളങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതിനെക്കാട്ടിയും സോയിലിന് ഇത് നല്ലതാണ്. അതുമാത്രമല്ല, അന്തരീക്ഷത്തിലെ നൈട്രജൻ ഉറപ്പാക്കിക്കൊണ്ട് നമ്മുടെ ചെടിയുടെ വളർച്ചയെ നല്ല രീതിയിൽ ഉത്തേജിപ്പിക്കാനും അതുപോലെ തന്നെ മണ്ണിൻ്റെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കാനും ഒക്കെ ഇങ്ങനെയുള്ള ബയോ ഫെർട്ടിലൈസേഴ്സ് ഹെൽപ്പ് ചെയ്യും. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, വീട്ടിൽ പ്ലാന്റും അല്ലെങ്കിൽ ട്രീസൊക്കെ വെക്കുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ എന്തെങ്കിലും ബയോ ഫെർട്ടിലൈസേഴ്സ് മാത്രം യൂസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ആ ഒരു ഭംഗിയുള്ള പോട്ടില്ലേ അതിലോട്ട് മാറ്റി കൊടുക്കാം.
അപ്പോൾ ദേ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ദേ ഒരു മൊട്ടായിട്ട് നിൽക്കാൻ കേട്ടോ. അപ്പോൾ ഒരു 4 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഫ്ലവർ വന്നിട്ടുണ്ട്. ദേ ഇതാണ് കേട്ടോ ഫ്ലവർ. നന്നായിട്ടില്ലേ, നല്ല ഭംഗിയില്ലേ. പിന്നെ ഈ ഗാർഡനിങ് ഒക്കെ പ്രകൃതിക്ക് വേണ്ടി മാത്രമുള്ളതല്ല കേട്ടോ, നമുക്കും കൂടെ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം നമ്മുടെ മനസ്സിനൊക്കെ സന്തോഷം ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ലൊരു ആക്ടിവിറ്റിയാണ് കേട്ടോ ഗാർഡനിങ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.